അനുപമ പരമേശ്വരൻ ആ പേര് പറഞ്ഞാൽ എനിക്കോ പൗർണമിക്കോ ചിലപ്പോൾ പെട്ടെന്ന് എനിക്ക് മനസ്സിലാവും, ചിലപ്പോൾ പൗർണമിക്കും മനസ്സിലാവും, എന്നാൽ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. നമുക്ക് കൂടുതലും പ്രേമം എന്ന സിനിമ മേരി എന്ന് പറഞ്ഞാൽ അറിയാം. യെസ്, മേരി. മേരി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം. മുടിയും ആ പാട്ട് ആലുവ പുഴയുടെ തീരത്ത് അല്ലേ, ആ പാട്ടൊക്കെ ഒരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കത്തില്ല. പക്ഷെ അതിനുശേഷം ഒരു സിനിമയിലെങ്ങാണ്ടാണ് അനുപമയെ നമ്മൾ കണ്ടിരിക്കുന്നത്, ജോമോന്റെ സുവിശേഷങ്ങളിൽ നിന്ന് ദുൽഖറിന്റെ നായികയായിട്ട്. അതിനകത്തും ആ പാട്ട് ഹിറ്റാണ്, നോക്കി 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 നിന്നു എന്ന് പറഞ്ഞ പാട്ടിനകത്തും അവർ വലിയ ഹിറ്റൊക്കെ ആയിട്ട് അതങ്ങ് പോയി. ആ പടം വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അനുപമയ്ക്ക് അതിലൂടെ മലയാളത്തിൽ ഒരു ബ്രേക്ക് കിട്ടി, അല്ല മലയാളത്തിൽ ഒരു ബ്രേക്ക് ത്രൂ കിട്ടിയെന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. അനുപമയെ മലയാളം പൂർണ്ണമായിട്ടും തഴഞ്ഞു കളഞ്ഞതല്ലേന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് എന്നാണ് അനുപമ പരമേശ്വരൻ പുതിയ സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് പറഞ്ഞത്. അവർ സുരേഷ് ഗോപിയായിട്ട് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞൊരു പുതിയൊരു പടത്തിൽ നല്ലൊരു റോളുമായിട്ട് അവർ വരുന്നുണ്ട്. അതിനകത്ത് അവർ വളരെ വേദനയോടുകൂടി പറഞ്ഞൊരു കാര്യമാണ്, എന്നെ മലയാള സിനിമ തഴഞ്ഞതെന്ന് ഇൻ ദ സെൻസ് എനിക്ക് കഴിവില്ല, അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് തഴഞ്ഞുവിട്ട ഒരു ഫീൽഡാണ് സി പൗർണമി. ഇങ്ങനെ തഴഞ്ഞുവിട്ട പല നായികമാരും തെന്നിന്ത്യയിലെ സൂപ്പർ താരങ്ങളെ ചരിത്രം നമുക്കുണ്ടല്ലേ. പൗർണമി എന്ന് പറയുന്നതിനെ കുറിച്ച് തീർച്ചയായിട്ടും ഇപ്പം അവർ തന്നെ പറയുന്നുണ്ട്, ആ വാക്കുകളിലുണ്ട് അവരുടെ ആ ഒരു അമർഷവും അല്ലെങ്കിൽ ആ സങ്കടവും എല്ലാം. കാരണം എനിക്ക് കഴിവുള്ളത് കൊണ്ടാണല്ലോ ഇതിന്റെ ഡയറക്ടർ എന്നെ ചൂസ് ചെയ്തത്. അതെ, എനിക്ക് അഭിനയിക്കാൻ അറിയുന്നത് കൊണ്ടാണല്ലോ ഇത്രയും ശക്തമായ ഒരു സ്ത്രീ കഥാപാത്രത്തെ എനിക്ക് തന്നത്. അതായത് ആ സിനിമയിലെ ലീഡ് റോളാണ് അനുപമ ചെയ്യുന്നത്. അപ്പോൾ പ്രേമം എന്ന സിനിമ അല്ലെങ്കിൽ മേരി എന്ന് പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു 10-12 വർഷങ്ങൾക്ക് മുൻപ് ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും ഈ ഒരു ചുരുണ്ടമുടിക്കാരിയെ കാണാനായിരുന്നു ചെന്നതെങ്കിലും അറ്റ് ദ എൻഡിലാണ് മനസ്സിലാവുന്നത് ഇതല്ല നായിക, അല്ലെങ്കിൽ ഈ നായകനുമായിട്ട് ഒന്നിക്കാൻ പോകുന്ന ആള് മറ്റൊരാളാണ്, അല്ലെങ്കിൽ ആ ഒരു ചെറിയ അനിയത്തിയാണ് എന്നൊക്കെയുള്ളത് നമ്മൾ ആ സിനിമ കണ്ടുവരുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. പക്ഷേ ആ ഒരു പ്രൊമോഷനും കാര്യങ്ങളും എല്ലാം പോയത് ഈ ഒരു മേരിയെ വെച്ചുകൊണ്ടും മേരിയെ ചുറ്റിപ്പറ്റിയും തന്നെയായിരുന്നു. പക്ഷേ അവർ തന്നെ പറയുന്നു, എനിക്ക് ഇവിടെ അവസരങ്ങൾ ലഭിച്ചില്ല, അതുകൊണ്ട് ഞാൻ മറ്റ് ഭാഷകളിൽ പോയി, മറ്റ് ഭാഷകളിൽ അഭിനയിച്ചു, അവിടെ എനിക്ക് അവാർഡുകൾ കിട്ടി, അല്ലെങ്കിൽ അവിടെ അർഹിച്ച അംഗീകാരം അവിടെ കിട്ടി. സ്വാഭാവികമായിട്ടും നമ്മളെ എവിടുന്നേലും തഴയുമ്പോൾ നമ്മൾ അവിടെ കടിച്ചു തൂങ്ങാനല്ലല്ലോ നോക്കുക, എവിടെയാണോ നമ്മളെ അംഗീകരിക്കുന്നത് അങ്ങോട്ടേക്ക് നമ്മൾ പോവും. അനുപമയും ചെയ്തത് അതാണ്. പക്ഷേ ഇത്രയും നാളുകൾക്ക് ശേഷം അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തന്നെ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ തന്നെ അംഗീകരിച്ചു എന്നൊരു തോന്നൽ വന്നു. അങ്ങനെ വന്നപ്പോൾ അവർ തിരിച്ചു വരാനും തയ്യാറാണ്. അല്ലെങ്കിലും നമ്മുടെ സ്വന്തം ഭാഷയിൽ അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം ആളുകൾ തിരിച്ചറിയുമ്പോൾ കിട്ടുന്ന സന്തോഷം മറ്റേത് ഭാഷയിൽ പോയി അഭിനയിച്ചാലും നമുക്ക് കിട്ടില്ലല്ലോ. സ്വന്തം നാട്ടിൽ നമ്മൾ അംഗീകരിക്കപ്പെടുമ്പോഴാണ് നമുക്കും ഒരു സന്തോഷവും സാറ്റിസ്ഫാക്ഷനും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആവണം ഈ പറയുന്ന അനുപമ പരമേശ്വരൻ എന്ന് പറയുന്ന നടി ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ടുള്ള പ്രൊമോഷന് വന്നിട്ട് ആ ഒരു സിനിമയെ പറ്റിയോ അല്ലെങ്കിൽ ആ സിനിമയിലുള്ള കഥാപാത്രത്തെ പറ്റിയോ സംസാരിക്കുന്നതിലും കൂടുതൽ തനിക്ക് നേരിട്ട അവഗണനയും അതിനുശേഷം താൻ കറങ്ങിത്തിരിഞ്ഞത്, അതായത് തിരിച്ചടികളുടെ കാലമാണല്ലോ ഇത്. പണ്ടൊക്കെ നമ്മൾ പറയും എല്ലാം പിന്നെയാണെന്ന്, പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. നമ്മൾ എവിടെ നിന്ന് എങ്ങനെ വേദനിച്ചാണോ പോകുന്നത് അതേ വേദിയിൽ നമ്മളെ പൂർണ്ണമായിട്ടും നമ്മുടെ എല്ലാ ബഹുമാനവും തന്നുകൊണ്ട് തിരിച്ചു കൊണ്ടുവന്ന് നിർത്തുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അത് തീർച്ചയായും അവരുടെ ഒരു ഹാർഡ് വർക്കിൻ്റെയും കൂടെ റിസൾട്ടാണ് അല്ലേ ശാരിക? തീർച്ചയായിട്ടും. ഈ അനുപമയെ സംബന്ധിച്ചിടത്തോളം അനുപമയ്ക്ക് കഴിവില്ലാത്തവളാണെന്ന് പറഞ്ഞ ഡയറക്ടേഴ്സിനോട് എനിക്ക് പുച്ഛം തോന്നുന്നു. കാരണം വേറൊന്നും കൊണ്ടല്ല, അവർ കഴിവില്ലാത്തവരാണെങ്കിൽ നമുക്കറിയാം ഒരു ഒരു ഷോർട്ട് ഫിലിം കുറഞ്ഞ ഒരു വർഷം മുമ്പ് ഒരു ഷോർട്ട് ഫിലിമുണ്ട്, മിഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരെങ്ങാണ്ടെ. അതിൽ അവരൊരു ഭാര്യയായിട്ട് അഭിനയിക്കുന്ന ഒരു ഷോർട്ട് ഫിലിമാണത്. വളരെ മനോഹരമായിട്ട് അതിനകത്ത് അനുപമയാണ് അതിനകത്ത് മെയിൻ. അതിനകത്ത് ഭർത്താവായിട്ട് അഭിനയിക്കുന്ന വ്യക്തി ഉണ്ടെന്ന് പറഞ്ഞാലും അതിൽ അനുപമയുടെ ആ ഒരു ചടുലതയും അവരുടെ കണ്ണുകളിലെ നോട്ടങ്ങളും ആ ഒരു ചുഴിഞ്ഞുള്ള സംസാരങ്ങളും എല്ലാം മനോഹരമായിട്ടാണ് അനുപമ ചെയ്തു വെച്ചിരിക്കുന്നത്. ആ കുട്ടിക്ക് എങ്ങനെയാണ് അഭിനയിക്കാൻ കഴിവില്ലെന്ന് അവർക്ക് പറയാൻ സാധിച്ചത്. അത് മാത്രമല്ല ആദ്യത്തെ പടത്തിൽ അവർ കൊടുത്ത റോള് മനോഹരമായിട്ട് ചെയ്യുകയും ചെയ്തു, എക്കാലവും ഓർപ്പെടുന്ന ഒരു റോളായി മാറി. അതുകൂടാതെ ഈ മലയാളം തഴിഞ്ഞവരൊക്കെ ചത്തുപോകുന്നുള്ള ഇവന്മാരുടെ ഒരു വിശ്വാസം ഉണ്ടല്ലോ, അതായത് മലയാളം തഴിഞ്ഞാൽ പിന്നെ ഇല്ല, അങ്ങനെ പോയവരുണ്ടാവുമായിരിക്കും. പക്ഷെ അങ്ങനെയും അല്ലാത്ത പെൺകുട്ടികളുണ്ടെന്ന് തെളിയിച്ചു അനുപമയിലെ കാറ്റഗറിയിൽ അനുപമ പോയത് നയൻതാരയും അസിനും ഒക്കെ പോയ വഴിയാണ്. നയൻതാരയും മലയാളം 2 സിനിമ കഴിഞ്ഞപ്പം നയൻതാരയ്ക്ക് ഒരു മനസ്സിനക്കരെയും എനിക്ക് തോന്നുന്നു വിസ്മയത്തുമ്പത്തും കഴിഞ്ഞതിന് ശേഷം ആ കുട്ടി പിന്നെ തിരിച്ചു വരുന്ന ബോഡിഗാർഡിലേക്കാണ്, ലേഡി സൂപ്പർ സ്റ്റാറായി. തെന്നിന്ത്യയിലെ സൂപ്പർ സ്റ്റാറായതിനു ശേഷമാണ് നയൻതാര കാല് പിടിച്ചുകൊണ്ടാണ് ഈ പറയപ്പെടുന്ന പ്രൊഡ്യൂസറായാലും സിദ്ദിഖിനോടുള്ള മമത കൊണ്ടും ദിലീപിനോടുള്ള ഇതും കൊണ്ടും മാത്രമാണ് ഒരു സിനിമയിലേക്ക് വന്നതെന്നൊരു പറഞ്ഞിട്ടുണ്ട്, ബോഡിഗാർഡ് എന്ന സിനിമയിലെ നായികയായിട്ട്. അത്രയും വർഷങ്ങൾ എടുത്തു നയൻതാര മലയാളത്തിലേക്ക് വരാൻ. അതുപോലെ തിരിച്ചു വരവാണ് ഇപ്പോൾ അനുപമ പരമേശ്വരൻ ചെയ്തിരിക്കുന്നത്. അവർ തമിഴിൽ പോയെങ്കിൽ ഇവർ കന്നഡയിലും തെലുങ്കിലുമാണ് അഭിനയിക്കുന്നത്. മാത്രം മികച്ച നടിക്കുള്ള അവാർഡ് വരെയാണ് അനുപമ അവരുടെ സംസ്ഥാന സർക്കാരിൽ നിന്ന് മേടിച്ചത്. അപ്പോൾ എങ്ങനെയാണ് അനുപമയ്ക്ക് കഴിവില്ല എന്ന് മലയാള സിനിമ വിധി എഴുതിയെന്ന് ശരിക്കും മലയാള സിനിമയിൽ ആരെങ്കിലും ഇതിനെയൊക്കെ ഒന്ന് പ്രതികരിച്ചുകൂടെ? നിങ്ങൾ വലിയ FKയും ആക്ടയും മറ്റേതും ഒപ്പും കോസടിയൊക്കെയാണല്ലോ, എന്തുകൊണ്ട് അവർ പ്രതികരിക്കുന്നില്ല? ശരിക്കും ശാരിക, ഈ മലയാള സിനിമയിൽ നമുക്കറിയാമല്ലോ, ഇപ്പം ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഈ ഒരു വിഷയം ഈ ഒരു സബ്ജക്റ്റും വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഹേമ കമ്മിറ്റിയെ പരാമർശിക്കാതെ പോകാൻ പറ്റില്ല.
പറയുന്നില്ല, ആ ഒരു റിപ്പോർട്ടൊക്കെ തഴയപ്പെട്ടു അല്ലെങ്കിൽ തള്ളപ്പെട്ടു എന്ന് പറഞ്ഞാൽ പോലും ആ സംഭവങ്ങളെല്ലാം സത്യമായിരുന്നു എന്ന് സിനിമാ മേഖലയിനുള്ളിലുള്ള ആളുകൾ തന്നെ സമ്മതിക്കുമ്പോൾ ഈ പറയുന്ന അനുപമ പരമേശ്വരൻ അടക്കമുള്ള ആളുകൾ അങ്ങനെയുള്ള എന്തെങ്കിലും സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം. അവരുടെ നോകളായിരിക്കാം അവരെ തഴയപ്പെടാനുള്ള അല്ലെങ്കിൽ അവരെ തടഞ്ഞു നിർത്തിയതിനുള്ള റീസൺ അതുമാവാം. കാരണം ഈ മലയാള സിനിമകളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിരന്തരമായിട്ട് നടക്കുന്നു എന്നുള്ളത് പണ്ട് മുതലേ എല്ലാവർക്കും അറിയുന്ന കാര്യമാണെങ്കിൽ പോലും അത് വിശ്വാസത്തിലെടുക്കുന്നത് അല്ലെങ്കിൽ വിശ്വസനീയമായത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വന്നപ്പോഴും പലരും മുന്നോട്ട് വന്ന് നടക്കുന്ന കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായപ്പോഴുമാണ്. അപ്പോൾ ഈ പറയുന്ന കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അനുപമ പരമേശ്വരൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കുറച്ചുകൂടെ നല്ല ഓഫർ അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല സിനിമകൾ വേണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർ യെസ് പറയണം എന്ന് ആരെങ്കിലും താല്പര്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മറുപടി നോ തന്നെ ആയിരുന്നിരിക്കണം. അതുകൊണ്ടാണ് ഒരു പക്ഷേ അവർക്ക് മലയാളത്തിൽ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നിഷേധിക്കാൻ കഴിയുമോ ശാരിക? ഒരിക്കലും ഇല്ല. എനിക്കിപ്പോൾ പൗർണമി ഞാൻ ആ ഒരു ലെവലിലേക്ക് ചിന്തിച്ചില്ല. പക്ഷേ ആ പൗർണമി പറഞ്ഞപ്പോഴാണ് അത് പറയേണ്ട ഒരു പോയിന്റ് തന്നെ അതിലേക്ക് മിസ്സായി പോകുമായിരുന്നു. കാരണം തീർച്ചയായിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തപ്പെട്ടു. അത് ഓൾറെഡി പൂഴ്ത്തപ്പെട്ട പകുതിയായിട്ടാണ് കടിച്ചും പറിച്ചൊക്കെയാണ് ഇങ്ങോട്ട് വരുന്നത്. അതുകൂടാതെ അത് പുറത്തു വന്ന റിപ്പോർട്ടും ഒരു നടപടിയും എടുക്കാതെ അത് എക്സ്പ്രേ ആയിപ്പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നല്ലൊരു പോസിബിലിറ്റി ഇവിടെ കാണുന്നു. അങ്ങനെ ഒരു സംഭവം അനുഭവിക്കാൻ ഉണ്ടായി എന്നല്ല നമ്മളിവിടെ അസേർട്ട് ചെയ്യുന്നത്. പക്ഷേ മേ ബി അത് സംഭവിച്ചിരുന്നിരിക്കാം. കാരണം ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കഥയാണ്. അപ്പോൾ അന്നൊക്കെ ഈ പവർ ടീമും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ കുലംകുത്തി വാഴുന്നൊരു സമയത്താണ് അനുപമ സിനിമയിലേക്ക്. അനുപമയാണെങ്കിൽ ചെറിയൊരു പെൺകുട്ടിയും സ്വാഭാവികമായിട്ടും അവൾക്ക് ഇങ്ങനൊരു അപ്രോച്ച് ഉണ്ടായേക്കാം. അവൾ വരുന്നത് റൊമാൻറ്റിക് സിനിമയിലൂടെയാണ്. ഇനി ഒരു പക്ഷേ കുറെ കൂടെ ചാൻസ് കിട്ടണമെങ്കിൽ ഒരു പക്ഷേ ആരെങ്കിലുമൊക്കെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. അതിന് അനുപമ പറഞ്ഞ മറുപടി വലിയൊരു നോ ആയിരിക്കും. നോ ആയിരിക്കും. അത് തന്നെയാണ് പൗർണമി പറഞ്ഞുകൊണ്ട് ഞാനും പൂർണ്ണമായി യോജിക്കുന്നു. അതുകൊണ്ടാവണം ഒരു പക്ഷേ ഇത്രയും കഴിവുണ്ടായിട്ടും ഇത്രയും ചടുലമായിട്ടും ആ പെൺകുട്ടിക്ക് മലയാളത്തിൽ എത്രയോ നല്ല സിനിമകൾ വന്നു. എത്രയോ കഴിഞ്ഞ 2024 എടുത്ത് നോക്കി 200 സിനിമകളിൽ 190 പൊട്ടിയെന്നാണ് ഫെഫ്ക പറയുന്നത്. അതായത് ഞാനതൊരു ഈ കുറച്ച് എക്സാഗറേറ്റ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. ഏതാണ്ട് 20 സിനിമകൾ മാത്രമാണ് വിജയിച്ചത്. ബാക്കി എല്ലാം 8 നിലയിൽ പൊട്ടി. അപ്പോൾ ഈ പൊട്ടിയ പടങ്ങളിൽ നല്ല സ്ക്രിപ്റ്റുകളുണ്ടായിരുന്നു. OTTയിൽ കാണേണ്ട മാത്രം പടങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഒരുപക്ഷെ കഥ മോശമായതുകൊണ്ടല്ല പൊട്ടിപ്പോയത്. അതിൽ അഭിനേതാക്കൾ മോശമായിരുന്നിരിക്കാം, അതിൻ്റെ എഡിറ്റിംഗ് മോശമായിരിക്കാം, അതിൻ്റെ പാട്ടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എല്ലാം കൂടെ മാച്ചിങ് ആകുമ്പോഴാണല്ലോ ഒരു വിജയം ഉണ്ടാകുന്നത്. അപ്പോൾ നല്ല കുട്ടികളെ മാറ്റി നിർത്തിയിട്ട് പുതുമുഖങ്ങൾക്കൊക്കെ കുറേ ഒന്നും അറിയാത്ത പുതുമുഖങ്ങൾക്ക് അവർ ചിലപ്പോൾ കാശ് മുടക്കിയിട്ടായിരിക്കും അങ്ങോട്ട് അഭിനയിക്കുന്നത്. അങ്ങനെയുള്ളവരെ നമുക്കും അറിയാം. കാശ് മുടക്കി നായകനാകുന്നവർ, കാശ് മുടക്കി നായികയാവുന്നവർ, അങ്ങനെ അവരച്ഛനോ അമ്മയോ അമ്മാവനോ ഒക്കെ ആയിരിക്കും പ്രൊഡ്യൂസർ. അങ്ങനെ എടുത്ത കുറേ പടങ്ങൾ പോയിട്ടുണ്ട്. സോ അതൊക്കെ ഒന്ന് മാറ്റി നിർത്തി ജെന്യുവനായ സ്ക്രിപ്റ്റിന് നല്ല ഒരു നായികയെ അനുപമയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ ഒരുപാട് നല്ല പടങ്ങൾ ഇപ്പോൾ അനശ്വരരാജൻ ചെയ്യുന്ന പോലെ ഒരു അനശ്വരരാജന് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാറിപ്പോയ കുറേ പടങ്ങളുണ്ടാവാം. അവരുടെ ഷെഡ്യൂൾസ്, കാരണം അവരൊക്കെ ഉള്ളൂ ഇപ്പോൾ അനുപമ പരമേശ്വരനൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു റേഞ്ച് കാറ്റഗറിയിലുള്ള ആളായിരുന്നു ഈ പറയുന്ന അനശ്വരരാജൻ. അതേ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട് അനുപമയായിട്ട് കുറച്ച് താരതമ്യം നമുക്ക് ചെയ്യാമല്ലേ അനശ്വരരാജനെ. പക്ഷേ എന്തുകൊണ്ട് അനുഭവിക്ക് കൊടുത്തില്ല? അത് അനുഭവം പറയുന്ന 100% സത്യമായിരിക്കും. മലയാള സിനിമ തഴഞ്ഞു, അവർ ട്രോളി വിട്ടു, കഴിവില്ല എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്ത് വിട്ടു. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം ഈ പറയപ്പെടുന്ന ഈ യേശുദാസിന്റെ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞിരിക്കുന്നത്. ശബ്ദം കൊള്ളത്തില്ല, നിങ്ങൾ പാടാൻ, യേശുദാസിന്റെ അല്ല ഷാരൂഖ് ഖാന്റെ, നിങ്ങളുടെ സൗണ്ട് കൊള്ളില്ല എന്ന് പറഞ്ഞ് പലയിടത്തുനിന്നും റിജക്റ്റ് ചെയ്ത്, ഇതിന്റെ മൂക്ക് കൊള്ളത്തില്ല, അതിന്റെ സൗണ്ട് കൊള്ളാൻ റിജക്റ്റ് ചെയ്ത ഒരാളാണ് ഈ നമ്മുടെ ഷാരൂഖ് ഖാൻ എന്ന് പറഞ്ഞ നടൻ. അദ്ദേഹത്തിൻ്റെ കഥ എല്ലാവർക്കും അറിയാം. ഇന്ന് സൂപ്പർ സ്റ്റാർ ബോളിവുഡിലെ കിങ് ഖാനായി മാറിയത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ്. അതുപോലൊരു ചരിത്രം എന്തായാലും അനുപമ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും അനുപമയ്ക്ക് വാശിയായിരുന്നു. നല്ല കഥാപാത്രങ്ങൾ മാത്രം ഇനി എന്ത് സംഭവിച്ചാലും മലയാളത്തിൽ ചെയ്യത്തുള്ളൂ. അതിന് അവർ കാത്തിരുന്നു, അവരെ വിളിച്ചു, മലയാളം വിളിച്ചു. തീർച്ചയായിട്ടും നല്ല ബോധമുള്ള സംവിധായകർ ഇന്നുണ്ട്. നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുമല്ലോ പൗർണമി, പക്ഷേ ബോധമുള്ള നല്ല സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും നല്ല സംവിധായകരും മലയാളത്തിലുണ്ട്. അവർ തന്നെയാണ് ഇന്നും പുതുമുഖങ്ങൾക്ക് ചാൻസ്. മമിത പ്രമോദിനെയും അല്ലെങ്കിൽ മമിത ബൈജുവിനെയും അതോടൊപ്പം അനശ്വരരാജനും ഒക്കെ ചാൻസ് കൊടുത്ത് അവരാണ്. അങ്ങനെ നല്ല സംവിധായകനും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും പ്രൊഡ്യൂസേഴ്സും ഒക്കെ ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ ചില നല്ല നടിമാരെ മലയാളത്തിൽ നഷ്ടമാകാൻ കാരണം മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഈ പുഴുക്കുത്തുകളാണ്.